പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. ശൂനോയ നോയമ്പിലെ നമ്മൾ ഈ ഒരു 13-ാം ദിവസം നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നു. നമ്മുടെ ജീവിതം കർത്താവായ യേശുമിശിഹായുടെ മുമ്പാകെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഓരോ ദിവസം നോയമ്പിൽ നമ്മൾ കയറി ഇറങ്ങുമ്പോൾ അത്ര കൃപകളും അത്ര ദൈവത്തിൻ്റെ സ്നേഹവും അത്ര അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരും. അത്ര സ്നേഹവും അത്ര അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കർത്താവായ യേശുമിശിഹായുടെ ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ വിളിച്ചുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ ഓരോ വിശ്വാസിയും ശ്രമിക്കും. മാതാവ് ഈശോ പറഞ്ഞതുപോലെ തന്നെ, ഈശോയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെയാണ് മാതാവ് എല്ലാം തന്നെ ചെയ്തത്. ഒരുപക്ഷെ ഒരു അമ്മേൻ്റെ ഏറ്റവും വലിയ വേദനയായിരിക്കും, അതായത് സ്വന്തം മകനെ കാണാതെ വന്നപ്പോൾ, ആ മകനെ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരുപക്ഷെ മാതാവിൻ്റെ സങ്കടത്തോടെ മാതാവ് പറഞ്ഞു, മകനെ നീ എവിടെയായിരുന്നു? ഞാനും നിൻ്റെ പിതാവും എത്രത്തോളം നിന്നെ അന്വേഷിച്ച് സങ്കടപ്പെട്ടു, വിഷമിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ഉത്തരം ഇത് തന്നെയായിരുന്നു, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എനിക്ക് നിറവേറണം. അപ്പോൾ മാതാവിന് മനസ്സിലായി, ഇന്ന് ഈശോ പിതാവിൻ്റെ ഇഷ്ടം എവിടെയായാലും നിറവേറും. നമ്മൾ ഓരോ വ്യക്തികളും ആ പിതാവിൻ്റെ ഇഷ്ടം അതേപോലെ നമ്മൾ പാലിക്കണം. പിതാവിൻ്റെ ഇഷ്ടം നമ്മൾ ഈ ഭൂമിയിൽ നിറവേറ്റണം. അതിനുവേണ്ടിയാണ് ഓരോ ക്രിസ്ത്യാനികളും ഈ ഭൂമിയിൽ കടന്നു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ശൂന്യ നോമ്പിലെ 13-ാം ദിവസം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം നമ്മൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40-ാം വാക്യമാണ്. അവൾ സ്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിൻ്റെ അഭിവാദനം ചെയ്തു. നമുക്ക് മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവമാതാവിനെ പോലെ തന്നെ മറ്റ് വ്യക്തികളെ അഭിവാദനം ചെയ്യണം. മറ്റ് വ്യക്തികളുടെ നന്മ അവരെ തിരിച്ചറിയണം. മറ്റ് വ്യക്തികളുടെ നന്മയിൽ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. മറ്റ് വ്യക്തികളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നു സത്യവചനം നമ്മൾ അവരെ പഠിപ്പിക്കണം. പക്ഷേ ഇന്ന് ഇവിടെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് മാതാവ് ചെയ്ത ഒരു നന്മ പ്രവൃത്തി ഇന്ന് ഒരുപാട് മനുഷ്യനിൽ അതില്ല. മറ്റ് വ്യക്തികളെ ഒന്ന് ഏറ്റുപറയാനോ, ഏറ്റുപറയണമെന്ന് പറഞ്ഞാൽ എപ്പോഴും അവരുടെ നന്മ ഒന്ന് ഏറ്റുപറയണം, അല്ലെങ്കിൽ അവർ ചെയ്ത നന്മ പ്രവൃത്തിയെ നമ്മളൊന്ന് പ്രശംസിക്കണം. അവർ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തിയെ അവരെ അത് പറഞ്ഞുകൊണ്ട് അവരോട് നമുക്ക് മനസ്സിലാക്കണം, ഇതൊരു നന്മയാണ്, ഇത് ദൈവകൃപയാണ്, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ഇതിൽ നിന്നും ഒരിക്കലും പിന്മാറല്ലേ, ഇതിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കരുത്. ഈ ഒരു ദൈവകൃപയിൽ നമ്മൾ ജീവിക്കണം. ഇതൊരു ദൈവവിശ്വാസത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അപ്പോൾ മാതാവ് എലിസബത്തിനെ അഭിവാദനം ചെയ്തതുപോലെ ഈ ഭൂമിയിൽ നമ്മളും എല്ലാ മനുഷ്യനെ നന്മ കൊണ്ട് അഭിവാദനം ചെയ്യാം. അവർ ചെയ്ത പ്രവൃത്തികളെ കൊണ്ട് അവരെ അഭിവാദനം ചെയ്യാം. അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാം. ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കാനും ദൈവവചനത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അവരെല്ലാവരുടെയും ഈ ഭൂമിയിലെല്ലാവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥന നമ്മൾ നിരന്തരമായി അനുദിനം നമ്മൾ 1 അല്ല 2 അല്ല ഒരു 5 പ്രാവശ്യം 10 പ്രാവശ്യം നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. നമ്മൾ ആ പ്രാർത്ഥനയിൽ കാണുന്നുണ്ട്, നിൻ്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ ആരാധനയാണെങ്കിൽ ഭൂമിയിൽ നമ്മളും ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു ദൈവത്തിലെ മക്കളായി ജീവിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ നോയമ്പ് അനുഗ്രഹത്തിൽ നോയമ്പായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.